വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു തുള്ളി എണ്ണ പോലും നമുക്ക് വേണ്ടാതെ നല്ല ഹെൽത്തി ആയിട്ട് എന്നും രാവിലെ ഇങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അരിഭക്ഷണങ്ങളോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത തടി കൂടുന്നു എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്കും ഇനി ഒന്ന് വെറൈറ്റി ആയിട്ട് മാറി ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞെന്ന് മാത്രമല്ല എളുപ്പത്തിൽ ഡപ്പേന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും ഓട്സ് വെറും 1/2 ഗ്ലാസ് ഓട്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടും, ഷെയർ ചെയ്യും, അത് 100% ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഓട്സൊക്കെ ഇപ്പോൾ അധികം ആളുകളെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഓട്സ് ഇങ്ങോട്ട് പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 കോഴിമുട്ടി അതിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് ഓട്സിൻ്റെ അതേ അളവിൽ 1/2 ഗ്ലാസ് സാധാരണ പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ വണ്ണം കുറയാനൊന്നും ആഗ്രഹമില്ലാത്ത ആളുകളാണെങ്കിൽ ഇതിന് പകരം നല്ല കട്ടിയുള്ള നല്ല ഫാറ്റൊക്കെ ഉള്ള പാൽ ഒരു 1/2 ഗ്ലാസോ 1 ഗ്ലാസ്സോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ 1 ഗ്ലാസ് പാൽ ഒഴിക്കുമ്പോൾ 1 ഗ്ലാസ് ഓട്സ് തന്നെ എടുക്കണം കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടുക മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പച്ചവെള്ളവും അതുപോലെ തന്നെ ആ 2 കോഴിമുട്ടയും ഓട്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ അപ്പോൾ ആദ്യം അങ്ങനെ ഒരു പാത്രത്തിൽ ആദ്യമേ ബൗളിലൊന്ന് ചെയ്തുകൂടേനിയോ എന്ന്. പക്ഷേ ഞാൻ എന്താ അറിയോ ഒരു തമ്പനയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാനിലേക്ക് ഓട്സ് ഇട്ടതും മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഓട്സും മുട്ടയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ. നമ്മൾ ഒരുപാട് ആളുകളുണ്ടല്ലേ രാവിലെ ഈ അരിഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇഷ്ടത്തോടു കൂടി ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. കഴിച്ചാലാണെങ്കിൽ വണ്ണം കൂടും ചെയ്യും. പിന്നെ ആണെങ്കിൽ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഒരു പ്രശ്നം, നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു കാര്യം കിട്ടൂല. അപ്പോൾ നമുക്ക് നല്ല വയറ് നിറയെ ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും എല്ലാ സംഭവങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ഇഷ്ടമാണ് ഈ കാര്യം രാവിലെ ഇത് കഴിക്കുമ്പോൾ. പിന്നെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കണത്. നിങ്ങൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കായാലും വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തേനൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അല്ലാതെ തന്നെ കുറച്ച് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒട്ടും മധുരമില്ലാതെ ഇനി എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ആർക്കും ഒരു പേടില്ലാതെ ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ണം കുറക്കുന്ന ആളുകളാണെങ്കിലും വയറ് കുറക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി നിങ്ങൾ കണ്ടില്ലേ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും ഒരു പച്ചമുളകും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരൊറ്റ ക്യാരറ്റും. ഇതിൽ നിന്ന് ഏതാണോ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് അത് ഒഴിവാക്കട്ടോ. കാര്യമായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കൽ ഈ ക്യാരറ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവും, എന്നാൽ വല്ലപ്പോഴും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാരറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളി കേട്ടോ. അപ്പോൾ ക്യാരറ്റും കൂടെ ഒക്കെ ഇടുമ്പോഴേ നമുക്ക് നല്ലതാണ് കേട്ടോ രാവിലെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ക്യാരറ്റും എല്ലാം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീലറൊക്കെ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് ഓട്സിൻ്റെയും വെള്ളത്തിൻ്റെയും മുട്ടൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ അളവ് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയോളേണ്ടി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തന്നെ ഒരു 5-6 പീസൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറക്കട്ടോ. അതല്ല മധുരം ചേർക്കാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഉപ്പിൻ്റെ അളവ് പാകത്തിന് തന്നെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ടുകൊടുക്കുന്നുണ്ട്, ലേശം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇത് നമ്മൾ കഞ്ഞിക്കുറുക്കലുണ്ടല്ലോ, കഞ്ഞിക്കുറുക്കൽ ഉണക്കി പൊടിച്ചിട്ടുള്ള ആ ഒരു ഇതാണ്, ലീഫിൻ്റെ പൊടിയാണിത്. അപ്പോൾ ആ ഒരു രുചി നമുക്ക് കിട്ടും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അയമോദകം ഇതേ രുചി തന്നെയാണ് ഉണ്ടാവുക, കഞ്ഞിക്കുറുക്കലിൻ്റെ അതേ രുചി. അപ്പോൾ കുറച്ച് അയമോദകം ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളും ഒക്കെ നല്ല തന്നെയാണ്. ഇനിയിപ്പോൾ കളറ് മാത്രമല്ല, മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് ചേർക്കുന്നത് നമുക്ക് രക്തോട്ടം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. ഒരുപാട് വ്യായാമമൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ നീങ്ങി പോകുമ്പോഴേ ഇതുപോലൊക്കെ ഉള്ള ഒന്നൊക്കെ ഉണ്ടാക്കി കഴിക്കണം, നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് നീങ്ങി പോകാതെ ശ്രദ്ധിക്കണവർക്കാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വണ്ണം കൂടുന്നുള്ള പേടിയില്ല, നല്ലോണം വയറ് നിറയുകയും ചെയ്യും. പിന്നെ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുക കുറക്കുക ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളതൊക്കെ ചേർത്തോളൂ കേട്ടോ. പിന്നെ മുട്ടൻ്റെ അളവും, വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ മുട്ടൻ്റെ അളവും കൂട്ടണം. പിന്നെ ഞാനിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വെജിറ്റബിൾസും മുട്ടയും ഓട്സും എല്ലാം കൂടെ. ഇനി നമുക്കിതാ ഇതുപോലൊരു സോസ് പാനിലാണ് കേട്ടോ ഞാനിതൊന്ന് ഉണ്ടാക്കിയെടുക്കണത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു സോസ് പാനാണ്. അതിലേക്ക് ഒരു നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓട്സിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് എന്താ പറയുക, ഇതിങ്ങനെ ആടി കളിക്കണേ, ഞാൻ ട്രൈപോഡുമേലൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പം ട്രൈപോഡുമേൽ വെക്കാൻ സമയമില്ല, എന്താ വെച്ചാൽ തന്നെ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ആടി കളിക്കണത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒഴിച്ചെടുത്താലും പെട്ടെന്ന് തന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം മാത്രം ലെവൽ ചെയ്ത് കൊടുക്കാനൊക്കെ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും, കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അടിക്ക് പിടിക്കൂല, ഇതുപോലുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും എന്നുള്ള പേടില്ല, എന്നാലും കരിയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിതാ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടേത് കട്ടി കൂടുതലാണ്, കോഴിമുട്ടൻ്റെ അളവും ഓട്സിൻ്റെ അളവും ഒക്കെ കൂടുതലാണ്, വെജിറ്റബിൾസൊക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പരന്ന പാത്രമാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ചെറുതായിട്ടൊരു പച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ ആ ഒരു സൈഡും കൂടി കുക്കാണ് വരെ ഒന്ന് എങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഒരു ടൈമിലൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു സൈഡും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണുന്ന പോലല്ല, കഴിക്കാൻ നല്ല രുചിയാണ്. പിന്നെ മധുരം കൂടെ ചേർത്താൽ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ മധുരം ചേർത്തിട്ടുണ്ടാക്കാം. പിന്നെ ഇനിയിപ്പോൾ ഓട്സ് ഇല്ലെങ്കിൽ അവൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ഓട്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഓട്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കാനൊന്നും കൂടി രുചി മുന്നിൽ കേട്ടോ. അവൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു രുചിക്ക് ഇത്ര രുചി തോന്നണില്ല. അപ്പം നിങ്ങൾ കണ്ടില്ല, നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ. പലഹാരമെന്നോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്നോ പോളാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളി, അടിപൊളിയല്ലേ. ഇനി അതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ചിലരിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാതെ വെച്ചാൽ പറയും അതിൻ്റെ സൈഡൊക്കെ മുറിയാനായിട്ടുണ്ടാവും, മുറിഞ്ഞിട്ടുണ്ടാവും, മുറിച്ചപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കട്ടിങ് ഒഴിവാക്കുന്നതൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്നാലോ കഴിക്കാനും അടിപൊളി രുചിയാണ്. ഇതാ ഇതിൽ നിന്ന് ഒരൊറ്റ പീസ് കിട്ടിയാൽ മതി ഒരാൾക്ക്, അന്ന് വയറ് നിറയും. അപ്പം ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ നമ്മൾ വണ്ണം കുറക്കുകയാണ്, തടി കുറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് കാരണത്താൽ തടി കുറക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇനി വീഡിയോക്ക് താഴെ ഒന്നും കൂടെ പറയണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ഗുണമായാലും ദോഷമായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ മലപ്പുറം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.